അടിമാലി മണ്ണിടിച്ചിലിൽ ദുരിതബാധിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. KCB ക്വാർട്ടേഴ്സുകൾ ഒഴിവുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്നതും പരിശോധിക്കുമെന്നും മന്ത്രി ഇടുക്കിയിൽ അറിയിച്ചു. 6-7 വീടുകളോളം ഓൾറെഡി ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് കാണുന്നത്. അവരെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സ്കൂളിലാണ് താൽക്കാലികമായി ഇവരെ ക്യാമ്പ് ചെയ്യിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് KSBയുടെ ക്വാർട്ടേഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ KSBയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൈലബിൾ ആകുകയാണെങ്കിൽ ആ നിലയിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കലായിരിക്കും എന്നുള്ള ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആ നിലയിൽ തുടരുന്നുണ്ട്. മണ്ണിടിഞ്ഞ് വീണു, പക്ഷേ തുടർച്ചയായിട്ട് ഇപ്പോഴും അവിടെ ഒരു വിള്ളൽ രൂപാന്തരപ്പെട്ടതായിട്ടും അവിടെ അതിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. അതായത് ഇതിനൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അതിന് NHൻ്റെയും PWDയുടെയും അതോടൊപ്പം ലോക്കൽ LSTDയുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ സോയിൽ കൺസർവേഷൻ, ജിയോളജി, അങ്ങനെ എല്ലാ വിഭാഗവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇമ്മീഡിയറ്റായിട്ട് 2 ദിവസം കൊണ്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യത, എങ്ങനെയായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.